ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വൃത്തത്തിലെ ശൂന്യത, അഹം, ഈഗോ, ഐ, സെൽഫ്. ഒരു ബോധപ്രാപ്തനോടൊപ്പം സാധകൻ സാധനാലോകത്ത് പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതുമായ വാക്കാണ് അഹം. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അഹം ഒരു പഠന വിഷയമാണ്. ആ പഠന വിഷയം തന്നിലുള്ളത് കൊണ്ട് അഹത്തെ പറ്റിയുള്ള അവന്റെ പഠനം അവനെ തന്നെ തിരിച്ചറിയലാണ്. അഹം എന്നാൽ ഞാൻ അല്ലെങ്കിൽ സ്വയം എന്നർത്ഥം വരുന്ന ഒരു സംസ്കൃത പദമാണ്. ഓർക്കുക, അഹം ബ്രഹ്മാസ്മിയിലുള്ള അഹം അല്ല, ഞാനിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അഹം. ഒന്നാമത്തേത് നിരീക്ഷകനാൽ തിരിച്ചറിഞ്ഞതും നേരറിവിലുള്ളതുമായ അഹം. രണ്ടാമത്തേത് മനസ്സ് തെറ്റിദ്ധരിച്ചുള്ള അഹം. നമുക്ക് വീണ്ടും അഹത്തെ പറ്റി ചിന്തിച്ച് നോക്കാം. അഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ചിന്തിക്കുക, എന്നിൽ രണ്ട് അഹം ഉണ്ടെന്ന്. തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുന്ന മീയും തെറ്റിദ്ധാരണ ഒഴിയുമ്പോൾ തിരിച്ചറിയുന്ന മീയും. എന്താണ് തെറ്റിദ്ധാരണയിലൂടെ ഉണ്ടായ അഹം? അതിനു മുമ്പായി അഹം എന്ന വാക്കിനോടൊപ്പം ചേർത്ത് പറയുന്ന ചില വാക്കുകൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. അഹംബോധം, അഹങ്കാരം, അഹംഭാവം, അഹം ബുദ്ധി, അഹങ്കരിക്കൽ, അഹംകരിക്കൽ തുടങ്ങിയ വാക്കുകൾ കേട്ടിട്ടില്ലേ? ഇവ ഓരോന്നിലെയും അഹം എന്ന സങ്കല്പം ഒന്നിനോടൊന്ന് വ്യത്യസ്തമായല്ലേ മനസ്സിലാക്കേണ്ടത്. ഭൗതികതയിലെ അഹത്തെ ഉപയോഗിക്കുന്നത് ദേഹാഭിമാനത്തിന് വേണ്ടിയാണ്. അതിനെ ആത്മവിശ്വാസമായി ഭൗതികർ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ അത് അഹങ്കാരത്തിന് ഇടയാക്കുന്നു. വ്യത്യസ്ത വികാരങ്ങൾ എന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അഹം എന്നിൽ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിച്ചറിയാം. ഒന്ന്, അഹങ്കാരം. ശരിക്കും അഹങ്കാരം എന്നിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിച്ചാൽ അറിയാനാകും. സ്വയം അല്ലെങ്കിൽ സ്വന്തമായി ഞാനിനെ അമിതമായി മറ്റുള്ളവരുടെ മുന്നിൽ മാത്രമല്ല സ്വന്തം ചിന്തയിലൂടെയും താരതമ്യത്തിലൂടെയും ഉയർത്തിക്കാണിക്കൽ അല്ലേ എന്ന്. അങ്ങനെ അവൻ സ്വയം അഭിമാനിക്കുന്നു, അതൊരു സുഖാനുഭവമായി ആസ്വദിക്കുന്നു. ഈ സുഖത്തെ അവന് ത്യജിക്കുവാൻ വളരെ പ്രയാസമാണ്. അതാണ് സംസാര സാഗരം തരണം ചെയ്യൽ ദുർഘടം എന്ന് പറയുന്നത്. ആ സുഖം അവനെ ആത്മസുഖത്തെ അറിയാൻ കഴിയാത്തവൻ ആക്കുന്നു. രണ്ട്, അഹം ബോധം. നിരീക്ഷകൻ ഉണർന്നാൽ എന്നിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയുന്നു. അതുവഴി ഞാൻ എന്താണ് ഇപ്പോൾ എന്ന് ഓരോ നിമിഷവും അറിയുമ്പോൾ എല്ലാം വന്ന് പോകുന്നു എന്നും എവിടെ വന്ന് പോകുന്നു എന്നും അറിയുന്നു. അപ്പോൾ ഞാനാണ് സത്ത എന്ന അവബോധം നിരീക്ഷണത്താൽ ലഭിക്കുന്നു. അത് അവൻ അറിയുന്നു. അവനിൽ സ്വയം തിരിച്ചറിയൽ സംഭവിക്കുന്നു. മൂന്ന്, അഹംഭാവം. ഇതാണ് വളരെ വളരെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. കാരണം അഹങ്കാരത്തിന്റെ കാരണം തന്നെ അഹംഭാവമാണ്. അതുകൊണ്ട് ഞാൻ ഞാൻ എന്ന ഭാവം ഉണ്ടാകുന്നു. ഈ ഞാൻ എന്ന ധാരണ മൂലം അവനിൽ എന്ത് സംഭവിക്കുന്നു? എപ്പോഴും ഉറക്കത്തിലും ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോഴും അവൻ സദാ അഹത്തിന്റെ സ്വയം കേന്ദ്രിതാവസ്ഥയിൽ ജീവിക്കുന്നു. നാല്, അഹം സ്മിതിയും അഹം ബ്രഹ്മാസ്മിയും. പലപ്പോഴും കർത്തൃത്വ ഭാവം നിലനിർത്തുന്ന അവസ്ഥ, എല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്ന് കരുതുന്ന മനോഭാവം. എന്നാൽ നിരീക്ഷകൻ ഉണർന്നാൽ സത്തയെ അറിയുന്നു, അഹം ബ്രഹ്മാസ്മിയെ തിരിച്ചറിയുന്നു. അഞ്ച്, അഹം വികാരം. സത്യം ബോധ്യപ്പെടാതെ വരുമ്പോൾ, അതായത് അഹം സ്മിതി, ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന ഭാവം അവനെ സ്വയം
കേന്ദ്രിത വികാരത്തിൽ നിലനിർത്തുന്നു. അപ്പോൾ ഞാൻ എന്ന ആശയം ശക്തമാകുന്ന അവസ്ഥ അവനെ പിടികൂടുന്നു. 6. അഹം ഭ്രാന്തി. വാക്കിൽ തന്നെ ഉണ്ട് ഞാൻ എന്ന ഭ്രാന്താവസ്ഥ. ഇത്തരക്കാരാണ് അവരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്നത്. അവർക്ക് നിർദ്ദേശം നൽകാനോ അവരെ ഉപദേശിക്കാനോ തിരുത്താനോ സാധ്യമല്ല. സ്വന്തം ഞാനിനെ, തെറ്റിദ്ധാരണയെ ഭ്രാന്തമായി ഉയർത്തിക്കാണിക്കുന്ന ഭ്രാന്താവസ്ഥ. അത്തരക്കാർക്ക് ആ ഭ്രാന്താവസ്ഥ മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന വാശിയും ഉണ്ടായിരിക്കും. 7. അഹം മിഥ്യം. ഞാനില്ലെങ്കിൽ പ്രളയം എന്ന ചിന്ത. ഇത്തരക്കാർക്ക് ഞാനാണ് ലോകം, എവിടെയും ഞാനാണ് എന്നത് മുഴച്ച് നിൽക്കും. സ്വയം സ്ഥാപിക്കൽ. നോക്കൂ, ഇത്രയും വിഭജിച്ച് പറഞ്ഞത് അഹത്തെ തെറ്റിദ്ധാരണയിൽ മനസ്സിലാക്കിയാൽ മനസ്സ് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്നറിയുവാനാണ്. എന്നാൽ അഹത്തെ ശരിയായി മനസ്സിലാക്കിയാൽ നാം എവിടെ നിൽക്കേണ്ടവനാണ് എന്നും മനസ്സിലാക്കുവാനാണ് ഇവ പറയുന്നത്. ഇവയൊന്നും കേട്ട് മനസ്സിലാക്കേണ്ടവയല്ല, നിരീക്ഷണത്താൽ സ്വയം മനസ്സിലാക്കേണ്ടവയാണ്. ശരിയായ നിരീക്ഷണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അഹം എന്നത് വ്യക്തിഗത അസ്തിത്വത്തെ കുറിച്ചുള്ള നിരീക്ഷകന്റെ ബോധ്യപ്പെടൽ മാത്രമല്ല, അതുവഴി നിരീക്ഷകന്റെ അവബോധവും സംഭവിക്കുമ്പോൾ, അതായത് ഞാനും സത്തയുമായുള്ള ബന്ധത്തെയും മനസ്സിലാക്കുന്നു. ഇങ്ങനെ എല്ലാം പറയുമ്പോൾ അഹത്തിന് ബോറടിക്കുന്നുണ്ടാകാം. സാരമില്ല, ഇവ പറയുന്നത് നിരീക്ഷകന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. തെറ്റിദ്ധരിച്ച അഹം നമ്മളിൽ തെറ്റിദ്ധാരണയുള്ള ചിന്തകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രപഞ്ചാനുഭവം അവനിൽ മറ്റൊന്നായി അനുഭവപ്പെടുന്നു. അതിനാൽ അതിൽ അവൻ ബന്ധനസ്ഥനായി മാറുന്നു. ഞാൻ എന്ന ചിന്ത അവനെ സ്വതന്ത്രനാക്കുന്നില്ല. പക്ഷെ അഹം തരുന്ന സുഖം അത് അവനെ തിരിച്ചറിയിപ്പിക്കുന്നുമില്ല. അവനിലെ തെറ്റിദ്ധരിച്ച അഹം, അതായത് ഞാൻ നിലനിൽക്കുന്നതിന് അവൻ നേടിയ, പുറത്തുനിന്നും കേട്ട അറിവ്, അവന്റെ അനുഭവം, അവൻ അറിഞ്ഞത്, അവനിലെ പഴയ ഓർമ്മകൾ, വികാരങ്ങൾ എന്നിവയുടെ എല്ലാം മാനസിക അവസ്ഥയെ അവൻ ഞാൻ എന്ന് മനസ്സിലാക്കുന്നു. നോക്കൂ, നിരീക്ഷകൻ ഇല്ലാത്ത ഞാൻ എത്ര പ്രശ്നക്കാരനായി അവനിൽ നിലനിൽക്കുന്നു എന്നറിയൂ. ഞാൻ ഉണ്ടെങ്കിൽ അവിടെ നീയും ഉണ്ടാകുമല്ലോ, കൂടെ നമ്മളും ഉണ്ടാകുമല്ലോ. എൻ്റെ, നിന്റെ എന്ന ദ്വന്ദ്വ ചിന്തകൾക്ക് കാരണം ഇതുതന്നെ. പിന്നെ ഉള്ള ലോകം ഞാൻ എന്നും എനിക്ക് എന്നുമുള്ള ലോകം. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂട്ടം നമ്മളിൽ എത്തിക്കും. അത് പിന്നെ നമ്മുടെയാകും. അത് തന്നെയല്ലേ രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ യുദ്ധങ്ങൾക്കും കാരണമാകുന്നത്. വ്യക്തികളിലെയും രാജ്യങ്ങളിലെയും അസൂയ, കുശുമ്പ്, അഭിമാനം, അപമാനം എല്ലാം അഹത്തിന്റെ സൃഷ്ടി തന്നെയാണ്. അഹം സംരക്ഷിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്നതിന്റെ അർത്ഥം അഹത്തിന് ഹാനി വരുമോ എന്ന ഭയം അല്ലേ. അഹത്തിന് പിന്നാലെ വരുന്ന നിഴലാണ് ഭയം. ജീവൻ, സ്ഥാനാഭിമാനങ്ങൾ ഇവ നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടിയും കൂടാതെ നഷ്ടപ്പെടുമോ എന്നും അഹം നമ്മെ സദാ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഭയം മാറുവാനുള്ള പ്രതിപ്രവർത്തനം ആണ് അഹങ്കരിക്കൽ. അതിലെ സുഖം നിലവിലെ ഭയത്തെ ഒളിപ്പിക്കുന്നു. നിരീക്ഷകൻ ഉണർന്നാൽ അഹം അപ്രത്യക്ഷമാകും. അല്ലാതെ അഹത്തെ എങ്ങനെ കളയുവാൻ നോക്കിയാലും അത് ഒരിക്കലും സാധിക്കില്ല. നിരീക്ഷകനില്ലാത്തതിനാൽ തെറ്റിദ്ധരിക്കപ്പെട്ട അഹം നിരീക്ഷകൻ ഉണരുമ്പോൾ നശിക്കുന്നു. അപ്പോൾ അവൻ സത്തയെ അറിയുന്നു. അതല്ലേ ധ്യാനം. അവനല്ലേ സത്യത്തെ അറിയൂ. ജീവിതത്തെയും സൗന്ദര്യത്തെയും അറിയൂ. ആനന്ദം അനുഭവിക്കൂ. സമദർശനവും സഹോദര്യവും എല്ലാം അവനിൽ ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമല്ലേ. ഹരി ഓം. വൃത്തത്തിലെ ശൂന്യത
Augustine is ഗുരുസന്നിധിയിൽ എത്തിച്ചേർന്നപ്പോൾ നാം സാധകർ എല്ലാവരും അജ്ഞതയിൽ നിലനിൽക്കുകയായിരുന്നു. മനസ്സും അഹംബോധത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. നമ്മള് ദേഹബോധം ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ല. കുറിച്ച് മനസ്സിലാക്കിയത് ഗുരുജിയുടെ സത്സംഗവും പിന്നെ ധ്യാന ശിബിരങ്ങളും സൈലന്റ് റിട്രീറ്റ് ക്യാമ്പ് വഴിയായിരുന്നു. അത് ഏകദേശം ഒരു 5-6 വർഷം അത് ചെയ്തിട്ട് ആണ് നമുക്ക് ഈ ആശയമായിട്ടാണ് നമുക്ക് കിട്ടിയത്. മനസ്സിനെ കുറിച്ചും ദേഹബോധത്തിനെ കുറിച്ചും ഒക്കെ മനോതലത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ആശയങ്ങളായി ഉള്ളിൽ ഉറച്ചത് അത് പിന്നെ മീ ടു മീ അതിനുശേഷം 5-6 വർഷത്തിന് ശേഷം മീ ടു മീ സെന്ററിൽ ഗുരുവിന്റെ കൂടെ ഉള്ള സംശയ നിവാരണ സെഷനിൽ പല ചോദ്യങ്ങൾ ചോദിച്ച് പിന്നെ ഈ അഹംബോധത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. അതായത് ഏകദേശം ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മനസ്സ്, മനോവൃത്തികൾ, അഹം നമ്മൾ അന്ന് അതിനെ അഹംബോധം എന്നുള്ള തരത്തിൽ പറയായിരുന്നു. നമ്മുടെ ആ ലോവർ സെൽഫിൽ നിൽക്കുന്നത് ആ ഞാനിനെ അഹംബോധം റിഫർ ചെയ്യുമായിരുന്നു. അപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഏകദേശം നമ്മൾ ആ മനസ്സ്, മനോവൃത്തികൾ, അഹംബോധം, അഹങ്കരിക്കൽ കുറിച്ചെല്ലാം പഠനം അങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. ഒരു 10 വർഷത്തോളം നമ്മൾ അങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. ഇപ്പോഴും നടക്കുന്നുണ്ട്, ആ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉള്ളിൽ ഉള്ളതിനെ പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല. യാഥാർത്ഥ്യമാകുന്നത് അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. മനസ്സ് അഹംബോധവും രണ്ടും, ഇത് മനസ്സും അഹംബോധവും സത്തയോട് ചേരുന്നതിന് മുമ്പേ വരെ എപ്പോഴും ഉണ്ടാവുമെന്ന് ഗുരു സദാ നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ അഹത്തിനെ കുറിച്ച് ഒരു നല്ല ഒരു ധാരണ വേണം. കാരണം ഇത് ലാസ്റ്റ് വരെ നമ്മളെ വേട്ടയാടുന്നതായിരിക്കും. നമ്മൾ തന്നെ സൃഷ്ടിച്ച കാര്യം അത് നമുക്ക് നമുക്ക് പണി തരും. അപ്പൊ അഹം അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ സ്വയം എന്ന് പറയുന്നത് അത് 2 തലത്തിൽ, നമ്മുടെ ഈ മീ ടു മീ എന്ന് പറയുന്നതില് 2 തലമുണ്ട്. നമ്മുടെ മനോതലത്തിൽ നിൽക്കുന്നതും അഹംഭാവവും ദേഹബോധവും അതിലൊക്കെ നിൽക്കുന്നത്, പിന്നെ മറ്റേത് യഥാർത്ഥ അസ്തിത്വത്തിൽ നിൽക്കുന്നതും. അത് അനുഭവിച്ച് അറിയുമ്പോഴേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ചിലപ്പോൾ അത് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഈ 2 ലെവൽസ് ഉണ്ട്. അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന ആ മഹാവാക്യത്തിൽ സൂചിപ്പിക്കുന്ന അഹം ആത്യന്തിക യാഥാർത്ഥ്യമാണ്. അത് ഞാനിൽ, അതായത് എന്നിൽ ഉണ്ടെങ്കിലും, അതായത് റിയൽ ഐ എന്ന് ചിലര് പറയും. ആ റിയൽ ഐ ഉണ്ടെങ്കിലും അത് തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മള്. അപ്പോ ഓരോരുത്തരുടെയും പിന്നെ യഥാർത്ഥ അസ്തിത്വം ആ ഞാനാണ്, ആ റിയൽ ഐ ആണ്. അത് മീ എന്ന് പറയുന്നത്, മീ ടു മീയിലെ ആ 2ാമത്തെ മീ ആണത്. അത് അനുഭവിച്ച് അറിയാൻ ആണ് നമ്മുടെ ആന്തരിക യാത്ര. അത് നിരീക്ഷണത്താൽ തിരിച്ച് അറിഞ്ഞ് പിന്നെ അഹമാണത്. നിരീക്ഷണത്താൽ തിരിച്ചറിഞ്ഞ് വരുന്ന ആ അഹം ബോധം എന്ന് നമ്മൾ പറയുന്നത് അതാണ്, ആ അഹമാണ് അത്. അഹം ബ്രഹ്മാസ്മിന്റെ അഹം. എന്നാൽ പിന്നെ അതിന്റെ കാര്യം അപ്പൊ ഇനി എന്നാൽ നാം ഇപ്പോൾ നിൽക്കുന്ന മനസ്സ് തെറ്റിദ്ധരിച്ചുള്ള അഹത്തിൽ ആണ് നിലനിൽക്കുന്നത്. അതായത് ആ ഞാന് പിന്നെ പലരും പറയും അപ്പാരന്റ് ഐ എന്ന് പറയാത്ത തോന്നിപ്പിക്കുന്ന ഐ. എന്തുകൊണ്ട് തോന്നിപ്പിക്കുന്നത്? നമ്മള് ആ അഹം പിന്നെ ആ ഭാവം വരുന്നത് ആ മനസ്സ് ആ മായയിൽ കേൾക്കുന്നതും കൊണ്ട് തോന്നിപ്പിക്കുന്ന ഐ. അപ്പൊ അപ്പാരന്റ് ഐ എന്ന് പറയും. അപ്പൊ മീ ടു മീയിലെ ആദ്യത്തെ മീ അതാണ്. നമുക്ക് തോന്നുന്ന ഞാൻ, അത്
യഥാർത്ഥം ശരിയായിട്ടുള്ളത് അല്ല. അപ്പം മറ്റേതിലോട്ട് പോകേണ്ടതാണ്. അപ്പോ എന്ത് പറഞ്ഞാലും ഇത് ഇങ്ങനെ വരുന്നത് നമ്മുടെ ഗുരുജിയുടെ ഈ സാധന വഴി പിന്നെ ആ അഹത്തിൽ നിന്നും എവിടെ മനസ്സുണ്ടോ ആ മനസ്സിന്റെ കൂടെ ആ ജീവഭാവം, അതായത് നമ്മൾ ഇങ്ങനെ പറയാം, ഹൗ അഹത്തിന്റെ ഈ ലോവർ ഐ, അപ്പാരന്റ് ഐന്റെ സോഴ്സ് എങ്ങനായിരിക്കും എന്ന് നമ്മളോടൊന്ന് കുറെയൊക്കെ സ്വാധ്യായം ചെയ്ത് നമ്മളോട് മനസ്സിലാക്കണ്ടേ. അത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മനസ്സുള്ളതും കൊണ്ട് പിന്നെ നമ്മുടെ ആ കോൺഷ്യസ്നെസ് ലെവൽ ഉണ്ട്, നമ്മൾ തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ പിന്നെ ഒരു സാധകൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പിന്നെ മനോവൃത്തികൾ കുറയുമ്പം പിന്നെ കുറച്ചുകൂടെ അഹത്തിന്റെ ഡെൻസിറ്റിയും അതെല്ലാം കുറഞ്ഞു വരുമ്പം കുറച്ചുകൂടെ ആ ചിത്തശുദ്ധിയൊക്കെ കുറച്ചുകൂടെ വരുമ്പം കുറച്ചുകൂടെ ആ യഥാർത്ഥത്തിലുള്ളതിലോട്ട് നീങ്ങും. അപ്പൊ ആ ജീവാത്മാവിന് കുറച്ചുകൂടെ ഒരു പിന്നെ കുറച്ചുകൂടെ അടുത്ത് സത്യയോട് അടുത്ത് നിൽക്കുന്ന ഒരു ജീവാത്മാവായിരിക്കും അത്. അപ്പൊ ആ തലത്തിൽ ഒക്കെ വരുമ്പം എന്താ സംഭവിക്കുന്നു, അകത്തെ ഉള്ള കോൺഷ്യസ്നെസ് ശരിക്കും പ്രകാശിക്കുന്നില്ല ഈ മനസ്സിൽ. കാരണം ഇതിനകത്ത് മലികരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഈ പ്രകാശം ഈ കണ്ണാടിയായ ഈ മനസ്സിൽ അത് കൂടുതൽ പ്രകാശിക്കാതെ ആ മലികരണം മൂലം റിഫ്ലക്ട് ചെയ്തു പോകുന്നത് അത് തോന്നിപ്പിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. ഏതോ ഒരു ബോധമുണ്ട്, ഞാൻ എന്നുള്ളൊരു ബോധമുണ്ട്, കോൺഷ്യസ്നെസ് ലെവൽ ജീവാത്മാ തലത്തിൽ ഉണ്ട്. പക്ഷെ അത് പൂർണ്ണമല്ല. അതിനകത്ത് ആ ഇംപ്യൂരിറ്റി മൂലം പൂർണ്ണമായിട്ടുള്ള ആ ബോധം നമുക്ക് കിട്ടിയിട്ടില്ല, അവബോധം എന്ന് പറയുന്നത് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു തലത്തിൽ നിൽക്കുമ്പം ഈ മനോവൃത്തികളും ഒക്കെ ഉള്ള ആ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ഞാനാണ് ഈ ലോവർ ഐ എന്ന് പറയുന്ന അപ്പാരന്റ് ഐ. അപ്പൊ ഇറ്റ്സ് ഇങ്ങനെ പറയും, കോൺഷ്യസ്നെസ്സും മനസ്സിന്റെയും ഒരു പിന്നെ റിസൾട്ട് കൊണ്ടാണ്, പ്രസൻസ് ഓഫ് മൈൻഡ് ആൻഡ് പ്രസൻസ് ഓഫ് കോൺഷ്യസ്നെസ് വിച്ച് വി ആർ നോട്ട് വെരി അവെയർ ഓഫ്. ഇത് രണ്ടിന്റെയും ഒരു റിസൾട്ടാണ് ഇതിങ്ങനെ വരുന്ന അഹം, തെറ്റിദ്ധാരണ മൂലം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത് ഇത്രയും നമുക്ക് പറഞ്ഞിട്ട് പിന്നെ പറയണ്ടേ, ഇപ്പൊ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് 10-15 വർഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അഹം ഇപ്പോഴും ഉണ്ട്. അത് ഇനി പറഞ്ഞ് ലാസ്റ്റ് വരെ നമുക്ക് കാണും. അപ്പൊ ഇപ്പോഴാണ് എന്ത് പറഞ്ഞാലും ഈ 10-15 വർഷം കഴിഞ്ഞിട്ട് ഈ നിരീക്ഷണത്തിനെ കുറിച്ചുള്ള വൃത്തത്തിലെ ശൂന്യതയിലെ ഡിസ്കഷനിൽ നിന്ന് ആണ് ഈ അഹംബോധ തലത്തിൽ നിന്ന് പിന്നെ അതിൽ നിന്നും ഒരു ഫ്രീഡം കിട്ടണമെങ്കിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ നിർദ്ദേശം കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ നിമിഷത്തിൽ നിന്ന് നിരീക്ഷകനെ ഉണർത്തി ഉൾക്കാഴ്ച നിരീക്ഷിക്കണം. അതായത് എന്ത് ഉൾക്കാഴ്ച, മനസ്സിൽ എന്തോ പോകുന്നു, എന്തൊക്കെ നടക്കുന്നു, എന്ത് വരുന്നു, എന്ത് പോകുന്നു, അത് നിരീക്ഷിക്കണം. അപ്പൊ ആ ഇൻസൈറ്റ് ഉണ്ടാവണം നമ്മുടെ മൈൻഡിനെ കുറിച്ച്. നമ്മുടെ ഉള്ളിൽ ആ മനോതലത്തിലും അഹംബോധത്തിലും എന്തൊക്കെയാ ഉണ്ടാവുന്നത് നിരീക്ഷിച്ച് ആ നിരീക്ഷണം വഴി അവബോധവും പിന്നെ സത്തയിലും എത്തിപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോ ഇനിയും അഥവാ നിരീക്ഷണം ഇല്ലെങ്കിൽ, അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കുള്ള വർക്ക് നടക്കുന്നത് സാധകരുടെ ഉള്ളിൽ. അത് ശരിക്കും മൈൻഡിനകത്തെ എല്ലാം നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ ഉണ്ട് ഉള്ളില് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇതോടെ അങ്ങോട്ട് ചെയ്താൽ ഈ നിമിഷത്തിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും ചെയ്തു പോവുകയാണെങ്കിൽ മറ്റേ തലത്തിലോട്ട് എത്താം. പക്ഷെ അത്ര എളുപ്പമല്ല, അതും കുറച്ച് സമയം എടുക്കും. നമ്മൾ കൃത്യമായിട്ട് ഇത് പാലിച്ചു പോകണം. ഈ നിമിഷത്തിൽ നിൽക്കണം. അത് പരിശീലിച്ച് തന്നെ മതി, കൾട്ടിവേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു അത് പരിശീലിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ആ തലത്തിൽ നിലനിൽക്കാൻ, നിരീക്ഷയിൽ നിലനിൽക്കാൻ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തേ മതിയാവും. പിന്നെ ഇനി അഥവാ നിരീക്ഷണം ഇല്ലാത്ത ഒരു തലത്തിൽ പിന്നെ ആ മനോതലത്തിൽ നിൽക്കുന്ന ഞാന് ആ ദേഹബോധത്തിലൊക്കെ നിൽക്കുന്നത് ആ പിന്നെ ബോധത്തിൽ നിൽക്കുവാണെങ്കിൽ വ്യത്യസ്ത വികാരങ്ങളും അനുഭവിച്ച്
അഹത്തിന്റെ തലത്തിൽ നിന്ന് വ്യത്യസ്ത വികാരങ്ങൾ അനുഭവിച്ച് പ്രകടിപ്പിക്കും. ആ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അതിന്റെ പല തലങ്ങളാണ് ഗുരുജി പറഞ്ഞിരിക്കുന്നത്. ആദ്യം അഹംഭാവം ഉണ്ടാകുന്നത്, ആ അഹംഭാവത്തിൽ നിന്നും സെൽഫ് സെന്റേർഡ്നെസ്, സ്വയം ഉള്ളിൽ കേന്ദ്രീകരിച്ച് ആ അഹംഭാവത്തിൽ നിന്നും അഹങ്കാരത്തിലോട്ട് പോകുന്നതും, അഹങ്കാരത്തിൽ നിന്നും വേറെ റിസൾട്ട് ഉണ്ടാവും. അത് അവിടെ എല്ലാവരുടെയും മുമ്പേ അവന് തെറ്റിദ്ധരിപ്പിച്ച് അവനെ കുറിച്ചുള്ള ഒരു കാര്യം എല്ലാവരുടെയും മുമ്പേ ഉയർത്തി കാണിക്കാനുള്ള ടെൻഡൻസി അഹംഭാവത്തിൽ നിന്നാണ്. സെൽഫ് സെന്റേർഡ്നെസ്, സ്വയം അവനവനെ കുറിച്ചുള്ള എന്തൊക്കെ തെറ്റിദ്ധാരണകളുള്ളത് അത് വെച്ച് അത് ഉയർത്തി കാണിക്കുക, അഹങ്കാരം. അതിൽ നിന്നും അത് എന്താ പറയാ, അഹത്തിനെ തിരിച്ചറിയുന്നത്, ഈ ഇതൊക്കെ ഉണ്ടാവുമ്പോ അകത്ത് എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാവുമല്ലോ. അതാണ് ഗുരുജി അവിടെ അഹം സ്മൃതി എന്ന് പറയുന്നത്. അത് തിരിച്ചറിയുന്ന അതൊരു വേറെ ഒരു സ്റ്റേജ്. അപ്പൊ അവിടെ എങ്ങനെ അത് പ്രകടിപ്പിക്കുന്നത്, ആ അഹം എങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു കർത്തൃത്വ ബോധം എപ്പോഴും നിലനിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ചുകൂടെ രൂക്ഷമായി വരുന്ന സ്ഥലങ്ങളാണ് ഇത്. അഹം വികാരം വരും. അതായത് ആ കർത്തൃത്വ ബോധവും അതെല്ലാം ഞാൻ എന്ന ആ ആശയം അവിടെ ശക്തമാകും. കർത്തൃത്വ ബോധവും എല്ലാം അഹം വികാരം. അത് കഴിഞ്ഞിട്ട് മറ്റേത് അഹം ഭ്രാന്തി, അഹം മിഥ്യം. അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പോകുന്ന പ്രകടനങ്ങളാണ് ഓഫ് ദിസ് അഹം. ഒന്ന് ഇടയ്ക്ക് ഞാൻ മനഃപൂർവ്വം പറയാതെ വിട്ടത് ഇസ് അഹംബോധം. അതാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത്. അതിന് മുമ്പേ പറഞ്ഞായിരുന്നു അഹംബോധം. ഇപ്പം ഇതിന് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഗുരുജിയുടെ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ശരീരബോധം അഹംബോധം എന്ന് പറയാം. പക്ഷെ ആ അഹംബോധം, അവിടെ അഹംബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സെൻസ് ഓഫ് ഐനെ കുറിച്ചൊരു ബോധമുള്ളത്. പക്ഷെ ഇവിടെ അഹംബോധത്തിന്റെ പ്രകടനത്തിന്റെ പല സ്റ്റേജസ് പറഞ്ഞിരിക്കുന്ന അഹംബോധത്തില് നിരീക്ഷകൻ ഉണർന്നാൽ ഈ നിമിഷത്തിൽ ഞാൻ എന്താണ് എന്ന് അറിയുന്നു. അപ്പൊ ഈ നിമിഷത്തിൽ ഞാൻ എന്താണ് എന്ന് അറിയുന്ന ആ ഇൻസൈറ്റ്, എന്തൊക്കെ അവിടെ നടക്കുന്നു, ആ ഒരു കാര്യമാണ് അവയർനെസ് ആണ് ഇവിടെ നമ്മൾ ഇതിനു മുമ്പേ അഹംബോധം എന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ. ഇത് ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഇതിനകത്ത് ഗുരുജി പറയുന്നുണ്ട്, എന്ത് വരുന്നു എന്ത് പോകുന്നു എന്നെല്ലാം ഉണ്ടാവുന്ന ആ ഉൾക്കാഴ്ച ഉണ്ടാവണം. നിരീക്ഷണം ഉണ്ടായാൽ ഇതെല്ലാം പോകുന്നതാണ് അവബോധം എന്ന് സത്യമായിട്ട് ചേർന്നിരിക്കുന്നത്. അപ്പോ ഇത്രയും ഈ കാര്യങ്ങളെല്ലാം ഇത്രയും ഗുരുജി പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മളങ്ങ് വല്ലാതെ പഠിക്കണം, ആ പഠനമൊക്കെ നടക്കണം എന്നൊന്നുമല്ല. പക്ഷേ ഇതിന്റെ പല ലെവൽസ്, ഗ്രേഡ്സ് നമ്മൾ മനസ്സിലാക്കണം, എവിടെ അത് രൂക്ഷമാകുന്നത്. അപ്പൊ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മളിവിടെ എവിടാണ് സ്റ്റക്കായിരിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഓരോരോ സാധകർക്ക് അവരുടെ ആന്തരികമായിട്ടുള്ള ലെവൽ, ആ ഉൾക്കാഴ്ച വെച്ച് അവര് തീരുമാനിച്ചിട്ട് ഒരു ഡെസിഷൻ എടുത്ത് അതനുസരിച്ച് പോകേണ്ടതാണ്. അപ്പൊ നിരീക്ഷണത്താൽ സ്വയം മനസ്സിലാക്കേണ്ടതാണ് ഞാൻ എവിടെ നിൽക്കുന്നു. നിരീക്ഷണം കൃത്യമായി അനുഷ്ഠിച്ചാൽ നാം ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് തിരിച്ച് അറിയുകയും നിരീക്ഷകന്റെ അവബോധവും അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നു. സത്തയിൽ സത്തയായി ബന്ധപ്പെടാൻ പറ്റും. അങ്ങനെ വരുമ്പോ അഹം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഇഫക്റ്റ് നമ്മുടെ ആ പെരുമാറ്റവും നമ്മുടെ ഈ അഹംബോധത്തിന്റെ അഹത്തിൻ മൂലം ഉണ്ടാവുന്ന സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ചില അതിന്റെ റിസൾട്ട്സ്, മാനിഫെസ്റ്റേഷൻ എങ്ങനായിരിക്കും എന്നുള്ളതാണ് ലാസ്റ്റ് ഗുരുജി പറയുന്നത്. അഹം തെറ്റിദ്ധാരണയുടെ ചിന്തകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഭൗതിക ലോകം അവനിൽ നിന്ന് മറ്റേ ഒന്നായി മാറുന്നു. ഈ അഹത്തിൽ നിൽക്കുന്നവന് എപ്പോഴും
അവനവന്റെ ചിന്തകളും അവനവന്റെ കാഴ്ചപ്പാടും ഇതെല്ലാം പ്രൈം ഇമ്പോർട്ടൻസ് ആണ്, സെൽഫ് സെന്റേർഡ് ആണ്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ വരുമ്പം പിന്നെ അവന് കളക്ട് ചെയ്തിരിക്കുന്ന, അവന് ശേഖരിച്ചിട്ടുണ്ട് കേട്ടറിവുകൾ, അനുഭവം, പിന്നെ അനുഭവിച്ചറിഞ്ഞത്, പിന്നെ ഓർമ്മകൾ, വികാരങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കളക്ഷൻ, ആ തെറ്റിദ്ധാരണകളും ഇതെല്ലാം അവന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് അവന്റെ ഒരു ധാരണ, അതിൽ നിലനിന്ന് കർത്തൃത്വ ബോധത്തോടെ ഓരോരോ കാര്യം പിന്നെയും ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പം ഞാൻ എന്നുള്ളൊരു കൺസെപ്റ്റ് അങ്ങനെ ഉള്ളപ്പം എന്തോ സംഭവിക്കും, ആ ഭേദബുദ്ധി വരും. ഞാൻ എന്റെ ഐഡന്റിറ്റി ബേസ് ഐഡന്റിറ്റി ആയിരിക്കാം, അത് കുറച്ച് ഇത്രയും ഉയർന്നതല്ല, പക്ഷെ ഇമ്പോർട്ടൻസ് സെൽഫായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഞാനും പിന്നെ മറ്റേതെല്ലാം, ആ ഭേദബുദ്ധി വരുമ്പോ മറ്റേതെല്ലാം വേറേതാണ്. അപ്പൊ ഞാൻ, നീ വരും, എന്റെ നിന്റെ, അതങ്ങനെ ആ ലെവലിൽ കൂടി വരും. അപ്പോ പിന്നെ നമ്മളും വരും, അങ്ങനെ പല ലെവലിൽ പോകും. അപ്പൊ ഇങ്ങനെയാണ് ഗ്രൂപ്പിസം ഉണ്ടായി പല ലെവലിൽ പോയിട്ട് പിന്നെ വ്യക്തികളുടെ ഇടയ്ക്കും രാജ്യങ്ങളുടെ ഇടയ്ക്കും ഇങ്ങനെ നമ്മൾ യു ഹാവ് ദാറ്റ് ഗ്രൂപ്പിസം ആൻഡ് ദാറ്റ് പോളറൈസേഷൻ ഇൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പോലെ ഇതിങ്ങനെ അങ്ങനെ പോകും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ പിന്നെ ഒരു കാര്യം കൂടെ അവിടെ വർക്ക് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ അഹം അവിടെ വർക്ക് ചെയ്യുമ്പം അവര് പവർഫുൾ ആണെന്ന് കാണിക്കാൻ പിന്നെ ചിലപ്പോ ഒരു ഭയം കാണും. ഇവരുടെ അഭിമാനം പിന്നെ നഷ്ടപ്പെടുമോ, അപമാനപ്പെടുത്തുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയം കാണും. അപ്പൊ ഈ അഹംബോധം ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഭയം. അവരുടെ ആ ഇമ്പോർട്ടൻസ്, ആ സെൽഫ് പ്രൊക്ലെയിംഡ് ആ ഇമ്പോർട്ടൻസ്, അത് നഷ്ടപ്പെടുമോ എന്ന് ഒരു ഭയം ഉണ്ടാവും. ആ ഭയത്തിന്റെ പിന്നെ പ്രതിപ്രവർത്തനമാണ് അഹങ്കരിക്കൽ എന്ന് ഗുരുജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ സുഖത്തിൽ ഭയത്തെ ഒളിപ്പിക്കും. അപ്പോ ഈ നിരീക്ഷകൻ ഉണർന്നാൽ അഹം ഇല്ലാതെ ആകുന്നു, സത്തയും അറിയുന്നു. അപ്പോ അങ്ങനെ വരുമ്പോഴാണ് ആത്മീയ ഹൃദയം ഉണരുന്നത്. അപ്പൊ ആ ആത്മീയ ഹൃദയം ഉണരുമ്പോൾ മറ്റേ പല കാര്യങ്ങളും ആ സ്വാഭാവികതയിൽ ജീവിതത്തെ അറിയുകയും ആനന്ദത്തിൽ കഴിയാനും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ആ മനസ്സ്, അത് എല്ലാ സാധകർക്കും പിന്നെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം. ഹരിയോം. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളോട് ആരെങ്കിലും സംസാരിക്കുന്നത് കുറയ്ക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വൃത്തത്തിലെ ശൂന്യത എടുത്ത് അവർക്ക് ഫോർവേഡ് ചെയ്താൽ മതി. അതോടെ അവർ നമ്മളോട് സംസാരിക്കുന്നത് നിർത്തും. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഈ സാധകരുടെ കണ്ണുകൾക്കും കാതുകൾക്കും മാത്രം കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിക്കുന്ന ഒന്നാണ് ഈ അഹം. നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേറെ ആരും ഇതിലോട്ട്, അവർക്കാർക്കും ഇത് കാണാൻ സാധിക്കില്ല, കേൾക്കാനും പറ്റില്ല. കേട്ടാൽ തള്ളിക്കളയേ ചെയ്യുള്ളൂ. സാധകർക്ക് മാത്രം പറ്റുന്ന, അത് അനുഭവിക്കാനും കേൾക്കാനും കാണാനും പറ്റുന്നതാണ് അഹം. സാധകൻ്റെ യാത്രയിലുടനീളം അഹത്തെ അവൻ ഓരോ നിമിഷവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും അതിൽ നിന്ന് മാറ്റമില്ല. അവൻ്റെ ഓരോ നിമിഷവും അവൻ്റെ ഉള്ളിൽ തന്നെ ഇത് അനുഭവിച്ചുറയ്ക്കുന്ന കാര്യമാണിത്. എന്നിൽ അഹം നിലനിൽക്കുന്നുണ്ട്, ഈ പ്രവൃത്തി എൻ്റെ അഹത്താൽ ഞാൻ ചെയ്തതാണ്, ഈ ചിന്ത വന്നത് എൻ്റെ അഹം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചത് എൻ്റെ അഹം തന്നെയാണ് എന്ന് ഓരോ നിമിഷവും അവന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഭാവത്തിൽ, വിവിധ രൂപത്തിൽ, വിവിധ അനുഭവങ്ങളായിട്ട് നമ്മളിൽ അഹം അതിൻ്റെ സാന്നിധ്യം അറിയിക്കുകയാണ്. മനസ്സ് പ്രബലമായവനിൽ ഈ അഹം നിറഞ്ഞു നിൽക്കുന്നത് അവരറിയുക പോലും ചെയ്യുന്നില്ല. അതാണ് സത്യം. കാരണം അവർ യാത്ര ചെയ്യുന്നില്ല,
അവർ കെട്ടിയിട്ടിരിക്കുന്ന വള്ളത്തിൽ തൊഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ മുന്നോട്ടുള്ള യാത്രയൊന്നുമല്ല, അവരവിടെ തന്നെ കിടന്ന് തുഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലൊരു സാധകനോ അവനിലേക്കുള്ള യാത്രയിലാണ്. സാധകരുടെ യാത്രയിൽ ആ യാത്രയിലാണ് അവർ ഈ അഹത്തിൻ്റെ വിവിധ ഭാവത്തെ തിരിച്ചറിയുന്നത്. ഞാൻ കേമനാണ്, എനിക്ക് മറ്റേയാളേക്കാൾ അല്ലെങ്കിൽ മറ്റൊരു സാധകനേക്കാൾ അറിവുണ്ട്, കഴിവുണ്ട്, ഞാൻ ചെയ്യുന്ന സാധനയാണ് കറക്റ്റ്. ഇതെല്ലാ രീതിയിലും ഇതൊക്കെ നമ്മളിവിടെ കടന്നു പോകുന്നതായിരിക്കാം ചിന്തകൾ. ഈ തന്നിലെ ഈ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ചിന്തകളെല്ലാം. അത് സാധകനെ തിരിച്ചറിയാൻ സാധിക്കും നിരീക്ഷകനുണ്ടെങ്കിൽ. ഇതവനെ എന്തു ചെയ്യും? ഒരു മായാവലയത്തിൽ അല്ലെങ്കിൽ സംസാര സാഗരത്തിൽ അകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സാധകനിലെ നിരീക്ഷകൻ ഉണർന്നാൽ അവനിലെ മനസ്സിൻ്റെ സ്വാധീനത്തെ ഒരു തിരിച്ചറിവായിട്ട് അവനിൽ ബോധ്യപ്പെടുത്തുന്നു. അവനിൽ സദാ നിലനിൽക്കുന്ന സത്യത്തെ നിരീക്ഷകൻ അവന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തന്നെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് അവന് ലഭിക്കുന്നു. ഇപ്പം ഒരുവനിൽ സ്വാർത്ഥത കൂടി നിൽക്കുകയാണെങ്കിൽ അവൻ സദാ അവനെ മാത്രം സുഖിപ്പിച്ച് നിർത്താൻ ശ്രമിക്കും. അവൻ്റെ നേട്ടങ്ങൾക്കായിട്ട് അവൻ എന്ത് ചെയ്യാനും തയ്യാറാകും. സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുകയുള്ളൂ. അപ്പം അഹം പ്രവർത്തിക്കുന്ന മറ്റൊരു രീതി ഒരു സാധകൻ മനസ്സിലാക്കുന്നത്, ഞാനാണ് കർമ്മങ്ങളുടെ അവകാശിയെന്നും സ്വയം ചിന്തിക്കും. ഞാൻ ചെയ്യുന്നു, എൻ്റെ കഴിവ് എന്നൊക്കെയുള്ള ചിന്താഗതി അവനെ കൂടുതൽ കൂടുതൽ കർമ്മബന്ധനങ്ങളിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ ഒരു നിരീക്ഷകനോ അല്ലെങ്കിൽ നിരീക്ഷകനെ ഉണർത്തിയ ആളോ ഒന്നിലും ഒട്ടലില്ലാതെ കർമ്മം ചെയ്ത് ആ കർമ്മബന്ധനങ്ങളെ അഴിച്ച് സ്വതന്ത്രനാവുകയാണ് ചെയ്യുന്നത്. അവനിൽ സദാ നിലനിൽക്കുന്ന ബോധത്തെ സാക്ഷാത്കരിക്കുകയാണ്. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവൻ ആ ബോധത്തിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാനല്ല ചെയ്യുന്നത്, എന്നിലൂടെ ആ ബോധം പ്രവർത്തിപ്പിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവാണ് അവന് ലഭിക്കുന്നത് നിരീക്ഷകനുണ്ടെങ്കിൽ. ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിൽ നിലനിൽക്കുന്നവൻ തൻ്റെ സുഖത്തെ മാത്രമായിരിക്കും, ആ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ ലക്ഷ്യം മാത്രമായിരിക്കും അവനുള്ളത്, സുഖം, എൻ്റെ സുഖം. അവന് മറ്റുള്ളവരുടെ സുഖം അസ്വസ്ഥമായിട്ട് തോന്നും. മറ്റുള്ളവരുടെ ദുഃഖമോ അവൻ്റെ സുഖമായിട്ട് മാറും. ആ അവസ്ഥയിലേക്ക് അവൻ പോകും, അഹത്തിൽ മുങ്ങി നിൽക്കുന്നവൻ. ഇനി അഹത്തിൻ്റെ കട്ടി കൂടുന്നതനുസരിച്ചോ നമ്മൾ മറ്റൊരാളെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. സ്വയം മാറ്റങ്ങൾക്ക് വിധേയനാകാതെ മറ്റുള്ളവരുടെ തെറ്റ് കാണുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. എന്നാൽ തന്നെ ആരെങ്കിലും തിരുത്താൻ ശ്രമിച്ചാലോ ആ ബന്ധം തന്നെ അവൻ ഉപേക്ഷിക്കാൻ മടിക്കില്ല. ശരിയല്ലേ? ഞാൻ മാത്രമാണ് ശരി, എൻ്റെ ശരികൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നുള്ളൊരു പിടിവാശി അവനുണ്ടാവും. ആ ചിന്താഗതിയായിരിക്കും എപ്പോഴും അവൻ കാണിക്കുന്നത്. അപ്പം ഏറ്റവും അതിൽ തമാശയായിട്ട് തോന്നുന്നത്, അഹം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്താണ്? ഞാനില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. ഒരു വീട്ടിൽ തന്നെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാനില്ലെങ്കിൽ അതവിടെ പൂർണ്ണമാകില്ല. മറ്റേ ആളെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മകനെ കൊണ്ട് ഭാര്യയെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഞാനുണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ എന്നുള്ളൊരു മനോഭാവത്തിൽ അഹം അവനെ ചിന്തിപ്പിക്കും. ഇനി ഒരു ജോലി സ്ഥലത്താണെങ്കിലോ, അപ്പം എൻ്റെ അണ്ടറിലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇതിൽ ഞാനില്ല, ഞാൻ ആ പോസ്റ്റിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇതേത് ഗതിയിലാവുമായിരുന്നു. അങ്ങനെയുള്ള വീമ്പ് പറച്ചിൽ നിന്നുകൊണ്ട് അഹം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും, നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ ഒരു തരത്തിൽ നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് മാറി നിന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന എന്താണ്? നമ്മളിലെ ശ്വാസം പോലും നമ്മുടെ കയ്യിലല്ല. ആ തിരിച്ചറിവ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ നമ്മുടെ അഹം കൊണ്ടെത്തിക്കും. ഇപ്പം നിരീക്ഷകനിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാധകൻ, ആ സാധകൻ മനസ്സിലാക്കുന്ന അവൻ്റെ തന്നെ സത്യങ്ങളാണിതെല്ലാം. ഏതൊക്കെ രീതിയിലാണ് അഹം
തന്നിൽ സംഭവിക്കുന്നത് അനുഭവവേദ്യമാകുന്നത് എന്നുള്ളതാണ് നിരീക്ഷകനിലൂടെ സഞ്ചരിക്കുന്നതിന് മനസ്സിലാകുന്നത്. ഇതെല്ലാം എൻ്റെ ഉള്ളിലാണ്, ഇതെല്ലാം എന്നിൽ സംഭവിക്കുന്നതാണ്. ഇതിനെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണ്ടതിനെയും വേണ്ടാത്തതിനെയും വേർതിരിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ അവന് സാധിക്കും. അങ്ങനെ ജീവിക്കുന്നവന് തൻ്റെ സത്തയെ തിരിച്ചറിയാൻ സാധിക്കും, സത്തയുമായിട്ട് ലയനത്തിലാവാനും സാധിക്കും. ഈ വക പൊളിച്ചെടുക്കലുകൾ നമ്മളിലെ അഹം ഒരിക്കലും അംഗീകരിക്കില്ല. സത്യം തന്നെയാണ്. കാരണം മനസ്സ് സദാ തൻ്റെ കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഭൂതത്തിലും ഭാവിയിലുമുള്ള സങ്കല്പങ്ങളിലൂടെ സ്വയം കെട്ടിപ്പൊക്കിയ അല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കിയ തെറ്റിദ്ധാരണകളിലൂടെ ഒരു തടവറയെ സൃഷ്ടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനാണ് മനസ്സ് ആഗ്രഹിക്കുന്നത്. ബന്ധനത്തിലാണെന്ന് പോലും തിരിച്ചറിയാതെ ഇരിക്കുകയാണ്. സ്വയം കുറ്റപ്പെടുത്തലുകളും വ്യാഖ്യാനങ്ങളിലും അല്ലെങ്കിൽ ആശങ്കകളിലും മാത്രം ചുറ്റിപ്പറ്റി ഒരു അടിമയെ പോലെ ജീവിക്കുകയാണ്. ജീവിക്കുക എന്ന് പറയാൻ പറ്റില്ല, ജീവിച്ച് മരിക്കുകയാണ്. മനസ്സിനെ സംഘർഷഭരിതമാക്കും ഇതെല്ലാം. സ്വയവും മറ്റുള്ളവരെയും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും നാശത്തിലേക്കുള്ള കാരണമായിട്ട് അവൻ പോലും അറിയാതെ മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിൻ്റെ വിവിധ ഭാവങ്ങളായിട്ടുള്ള ഈ ഭയത്തിനും ദുഃഖത്തിനും നിരാശയ്ക്കും അടിമപ്പെട്ട് അതിനെ മറയാക്കി, എൻ്റെ ഉള്ളിൽ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുകയാണെന്നുള്ളതിനെ മറയാക്കി സ്വയം അഹങ്കരിച്ച് ജീവിക്കുന്നു. അത് ബാക്കിയുള്ളവരത് കാണരുത് എന്നുള്ള രീതിയിൽ അഹങ്കാരത്തെ കൂട്ടുപിടിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. നിരീക്ഷകൻ ഉണരുമ്പോൾ ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നു. അവനിലെ സ്വാഭാവികതയെ തിരിച്ചറിയുന്നു. ജീവിതത്തെ പൂർണ്ണമായിട്ടും ആസ്വദിക്കാനാകുന്നു. അവനവനെ തിരിച്ചറിഞ്ഞ് ആനന്ദത്തിൽ ജീവിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഒരു സാധകന്റെ ആത്യന്തിക ലക്ഷ്യം എന്നത് അവന്റെ ഉണ്മയെ തിരിച്ചറിയുക എന്നതാണ്. അത് അവന്റെ ഉള്ളിൽ തന്നെയാണെങ്കിലും അവനത് സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ശരീരത്തിനും മനസ്സിനും അതീതമായി ഉള്ളിൽ കൊടികൊള്ളുന്ന ഉണ്മയെ തിരിച്ചറിയുന്നതിനായി അവൻ അത് അനുഭവിച്ചറിഞ്ഞ ബോധപ്രാപ്തനായ ഗുരുവിനെ സമീപിക്കുന്നു. ഗുരു ഉണ്മയെ അറിയുവാൻ ഉള്ളിലേക്ക് നോക്കുവാനാണ് ഉപദേശിക്കുന്നത്. എന്നാൽ മനസ്സ് സൃഷ്ടിച്ചു വെച്ച തെറ്റിദ്ധാരണകൾ മൂലം സാധകന് ശരിയായ രീതിയിൽ ആന്തരിക നിരീക്ഷണം നടത്തുവാൻ കഴിയുന്നില്ല. കാരണം അതുവരെ അവൻ ജീവിച്ചിരുന്നത് മനസ്സ് നിർവചിച്ചു വെച്ചിരിക്കുന്ന ലോകത്തിലാണ്. അതാണ് ശരി എന്ന് അവൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് മാറുക എന്ന് പറയുന്നത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഗുരു മനസ്സിന്റെ സൂക്ഷ്മമായ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകിക്കൊണ്ടേയിരിക്കും. ഒരു സാധകന് അവന്റെ യാത്രയിൽ ഏറ്റവും അധികം തടസ്സം സൃഷ്ടിക്കുന്നതും മനസ്സ് മുറുകെ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ അഹത്തെ കുറിച്ചാണ് ഗുരുജി ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ വിശദമായി പറയുന്നത്. വാസ്തവത്തിൽ അഹത്തെ കുറിച്ചുള്ള ഒരു പാഠപുസ്തകം തന്നെയാണ് ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത. അതായത് ഓരോ സാധകരും നിത്യവും പാരായണം ചെയ്യേണ്ട ഒരു പാഠപുസ്തകം. ശരിയായ അഹത്തെക്കുറിച്ചും മനസ്സ് തെറ്റായി നിർവചിച്ചു വെച്ചിരിക്കുന്ന അഹത്തെക്കുറിച്ചും വളരെ സൂക്ഷ്മമായി ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അഹംബോധം, അതായത് ശരീരത്തെയും മനസ്സിനെയും മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഓരോ ജീവികളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ശുദ്ധമായ ബോധ ചൈതന്യം തന്നെയാണ് യഥാർത്ഥ അഹംബോധം, അല്ലെങ്കിൽ ദ റിയൽ ഐ. ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ചിത്തത്തെയും മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളെയും ഓർമ്മകളെയും വികാരങ്ങളെയും എല്ലാം ഒട്ടനില്ലാതെ നോക്കിക്കാണുന്നത് നിരീക്ഷകനാണ്. അപ്പോൾ നിരീക്ഷകൻ ഉണരുമ്പോൾ ഓരോ നിമിഷത്തിലും കടന്നു വരുന്ന ചിന്തകൾ എവിടെയാണ് വന്നു പോകുന്നത് എന്ന്
തിരിച്ചറിയാൻ കഴിയുന്നു. ശുദ്ധബോധത്തിന് ഒന്നിനോടും ഒട്ടലില്ല. അത് ശരീരത്തിനകത്ത് മാത്രമല്ല, ശരീരത്തിനകത്തും പ്രപഞ്ചമാകെയും ഒന്നിനോടും ഒട്ടലില്ലാതെ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ സത്തയെ അനുഭവിച്ചറിയണമെങ്കിൽ നിരീക്ഷകനെ ഉണർത്തി ഈ നിമിഷത്തിൽ നിലനിന്ന് മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കി നിരന്തരമായ നിരീക്ഷണം നിത്യസാധനയാക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം ഉണ്ടാകുന്നു. ഇതൊക്കെ സാധിക്കുമോ എന്ന ചിന്ത ഉള്ളിൽ വരുന്നുവെങ്കിൽ അത് മനസ്സിന്റെ ഒരു തടസ്സവാദമായി സാധകൻ തിരിച്ചറിയേണ്ടതാണ്. അതിന് മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് മറ്റൊരു അഹം, അതായത് ഈഗോ. അപ്പോൾ സാധന യാത്രയിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഈ അഹം, ഈഗോ, അഹംഭാവം ആണെന്ന് കാണാം. അത് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഗുരുജി വളരെ വിശദമായി വിവരിച്ചു തന്നിരിക്കുന്നു. നേരത്തെ ഗുരുജി പതിവായി അഹങ്കരിക്കൽ എന്ന ഒരു ടീച്ചിങ്സിലൂടെ നമുക്ക് ഈ അഹത്തിനെ കുറിച്ച്, അഹത്തെ ഇല്ലാതാക്കേണ്ടത് ആവശ്യകതയെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നു. എന്നാൽ ഇന്നത് വളരെ സമഗ്രമായ രീതിയിൽ അത് വീണ്ടും നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നിത്യവും വായിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അഹത്തിന്റെ വേരുകൾ കണ്ടെത്തുവാൻ കഴിയൂ. ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അഹംഭാവത്തെയാണ്. അഹംഭാവം താഴ്ന്ന മനോതലത്തിൽ സാധകനെ തളച്ചിടുന്നു. അഹംഭാവമുള്ളവന് ഒരിക്കലും ആ ഉയർന്ന തലത്തിലോട്ട് വരാൻ കഴിയുകയില്ല. കാരണം ശരീരബോധത്തിൽ മാത്രം നിൽക്കുന്ന അതാണ് ഈ അഹംഭാവം. ഈ അഹംഭാവമാണ് അഹങ്കാരത്തിന് കാരണമാകുന്നത്. കാരണം അഹംഭാവം പ്രകടമാകുന്നത് അഹങ്കാരത്തിലൂടെയാണ്. അപ്പോൾ അഹങ്കരിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അഹംഭാവം ആണെന്ന് കാണാം. അഹങ്കാരം മനസ്സിന് സുഖവും നൽകുന്നതുകൊണ്ട് അതിനെ വിട്ടുകളയാൻ മനസ്സിന് ഇഷ്ടപ്പെടില്ല, പൊതുവെ ആരും ഇഷ്ടപ്പെടില്ല. നമ്മളെല്ലാം ഇതിന്റെ ഈ ഒരു തലത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അഹം ഒരു മനസ്സിനൊരു സുഖം നൽകുന്നു, അതുകൊണ്ട് അതിനെ വിട്ടുകളയുന്നില്ല. അപ്പോൾ ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണെന്ന് വരുത്തി തീർക്കാൻ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അഹംഭാവത്തിന്റെ മറ്റൊരു പ്രകടനമാണ് ചെയ്യുന്ന കർമ്മങ്ങളുടെ കർത്തൃത്വം ഏറ്റെടുക്കൽ. അങ്ങനെയുള്ളവർക്ക് കർമ്മസേവ ചെയ്യുവാൻ കഴിയില്ല. ഗുരുവിൽ പൂർണ്ണ സമർപ്പണം ചെയ്യുവാനും അവർക്ക് കഴിയില്ല. അപ്പൊ ആ കർമ്മങ്ങളെ അകർമ്മങ്ങളാക്കി കർമ്മബന്ധനങ്ങളിൽ നിന്ന് ഒഴിവാകാനും ഈ ഒരു അഹംഭാവം മൂലം നമുക്ക് സാധിക്കാത്ത വരും. പിന്നെ മാത്രമല്ല, എന്റെ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അഹങ്കരിക്കുന്നവർ ഒരു സെൽഫ് സെന്റേർഡ് ഐഡന്റിറ്റി നിലനിർത്തുന്നു. അത് അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർ എപ്പോഴും ഞാനെന്ന ചിന്തയിൽ മാത്രം ഊന്നി ജീവിക്കുന്നു. അത്തരം വ്യക്തികൾക്ക് മറ്റുള്ളവരുമായി ഒന്നിച്ച് ചേർന്ന് പോകാൻ കഴിയാതെ വരും. അപ്പോൾ അഹങ്കാരം കൂടുന്തോറും അതിന്റെ അപകടാവസ്ഥയും കൂടി വരുന്നു. ചിലർക്ക് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അംഗീകരിക്കില്ല. മാത്രമല്ല, ചൂണ്ടിക്കാട്ടിക്കുന്നവരോട് കോപിക്കുകയും ചെയ്യും. അതൊരു തരം ഭ്രാന്തമായ അവസ്ഥ. അതിനെക്കുറിച്ച് സ്വാമിനിയമ്മ കൂടുതൽ വിശദീകരിച്ചതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റു ചിലർ അവരുടെ അഹങ്കാരത്തെ പ്രകടിപ്പിക്കുന്നത് ഞാനില്ലെങ്കിൽ ഒരു കാര്യവും സാധിക്കില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ്. അതിനായി മറ്റുള്ളവരെ വില കുറച്ച് കാണുവാനും അവർ മടിക്കില്ല. അഹമിത്യം എന്ന ഈ അവസ്ഥയും അഹങ്കാരത്തിന്റെ ഉയർന്ന അവസ്ഥയാണ്. അപ്പൊ അഹങ്കാരത്തിന്റെ ഓരോ തലം അത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇതിൽ പറയുന്നു. സാധകരെ അത് നിരീക്ഷണം നടത്തുമ്പോൾ അവരിൽ ഈ അഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അഹം എങ്ങനെയാണ് അവരെ സ്വാധീനിക്കുന്നത്, ഏതെല്ലാം തരത്തിലാണ് ആ അഹം നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കുന്നത്, ഇതെല്ലാം ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവയെല്ലാം സാധകൻ സ്വയം നിരീക്ഷിച്ചറിയേണ്ടതാണ്. കാരണം നമ്മൾ അഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിൽക്കുന്നവരായതുകൊണ്ട്.
സ്വയം നിരീക്ഷിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മളെ അഹം എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയൂ. അത് ബോധപ്രാപ്തനായ ഗുരു പകർന്നു തരുന്ന അറിവുകൾ മാത്രമാണ് അതിന് ആശ്രയം, ആ തിരിച്ചറിവിന്. കാരണം ജന്മജന്മാന്തരങ്ങളായി നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ജന്മവാസനയായ അഹത്തെ മനസ്സ് ചേർത്ത് പിടിച്ച് നമ്മളെ തെറ്റിദ്ധാരണകളിൽ കുടുക്കിയിടുന്നു. ഇവിടെ എല്ലാ നിഷേധ വികാരങ്ങളുടെയും കലവറയാണ് അഹം എന്ന് ഗുരുജി ചൂണ്ടി കാട്ടുമ്പോൾ മാത്രമാണ് സാധകർക്ക് അത് തിരിച്ചറിയുവാൻ കഴിയുന്നത്. അപ്പൊ നമ്മുടെ ചിത്തശുദ്ധിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ആദ്യം അഹത്തെ നിരീക്ഷിച്ച് ആ അഹത്തിൽ നിന്ന് പുറത്തു കിടക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഒരാളുടെ അഹം അതാ അയാൾക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്നത്, സമൂഹത്തിനാകെ ദോഷം ചെയ്യും, യുദ്ധങ്ങൾക്ക് വരെ കാരണമായേക്കാമെന്ന് ഗുരുജി സൂചിപ്പിക്കുന്നു. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദുര്യോധനൻ തന്റെ അഹത്തിന് ഹാനി വരുമോ എന്ന ഭയമാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ കലാശിച്ചത്. അപ്പൊ അഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം പലരെ കൊണ്ടും പലതും ചെയ്യിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ അഹം സമൂഹത്തിന് തന്നെ അപകടം വരുത്തി വെക്കുന്നു. ഇത്രയും അപകടകാരിയായ അഹത്തെ ഇല്ലാതാക്കുവാനുള്ള ഏക പോംവഴി നിരീക്ഷണം മാത്രമാണ്, ആന്തരിക നിരീക്ഷണം. മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തി നിരീക്ഷണം നിത്യസാധനയാക്കുമ്പോൾ ക്രമേണ മനസ്സ് ചലനരഹിതമാകും. നിരീക്ഷകൻ ഉണർന്നാൽ അഹം സൃഷ്ടിച്ചു വെച്ച ഓർമ്മകളും ചിന്തകളും എല്ലാം ഒട്ടലില്ലാതെ കടന്നുപോകും. അഹം ഉണർന്നാൽ തന്നെ അതിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഉടൻ പുറത്തു കടക്കുവാൻ സാധകർക്ക് കഴിയുന്നു. അങ്ങനെ നിരീക്ഷണം തുടരുമ്പോൾ ആ നിശബ്ദതയിൽ സത്തയെ അറിയുവാനാകുന്നു. അതിനായി എല്ലാ സാധകർക്കും ഗുരുവിൽ പൂർണ്ണ സമർപ്പണം നടത്തി നിരീക്ഷണത്തെ നിത്യസാധനയാക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോ. ഹരി. അഹം നമുക്കറിയാം, നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മള് പണം, പ്രതാപം, സ്ഥാനമാനങ്ങൾ ഇവയെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത്, നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മുടെ ലക്ഷ്യവും പലപ്പോഴും അത് തന്നെയായിരുന്നു. നമ്മുടെ ജീവിതം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കൂടിയാണ്. തനിക്ക് എവിടെ പോയാലും റെസ്പെക്റ്റ് കിട്ടണം, തനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും വേണം, തന്നെ കണ്ടാൽ ആരും എഴുന്നേറ്റ് നിൽക്കണം, തല കുനിച്ച് നിൽക്കണം. ഇതൊക്കെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ട്? ഇതിൽ കൂടിയാണ് നമ്മളിൽ പലരും ഭൂരിഭാഗവും മനസ്സിലാക്കിയിട്ടുള്ളത്, സഞ്ചരിച്ചിട്ടുള്ളത്. അഹങ്കാരത്തെ ആരും കുറ്റപ്പെടുത്തുന്നതായിട്ട് ഒളിഞ്ഞിരുന്ന് പറയുമായിരുന്നു. പക്ഷെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയും. ഇപ്പം ഈ അഹങ്കാരം ഇതിൽ മാത്രമാണോ നിലനിൽക്കുന്നത്? അഹം എന്ന സങ്കല്പം ഇപ്പം ആധ്യാത്മിക ലോകത്ത് തന്നെ വന്നാലും നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
നമ്മൾ പോകുമ്പോൾ ആദ്യം നോക്കുന്നത് ആ ഗുരുവിന്റെ ആശ്രമത്തിന്റെ വലിപ്പം, എത്ര ശിഷ്യ ഗണങ്ങളുണ്ട്, ഗുരുവിന്റെ സിംഹാസനം, എത്രത്തോളം നമുക്ക് ഗുരുവിനോട് അടുക്കുവാൻ കഴിയുന്നില്ലയോ അത്രത്തോളം ഗുരു വലിപ്പമുള്ളവനാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കും? കാരണം തെറ്റായ ധാരണകൾ, ആ ധാരണകളെ തന്നെ നമ്മൾ ആധ്യാത്മിക പാതയിൽ നമ്മൾ അവലംബിക്കാൻ ശ്രമിക്കും. നമ്മൾ നോക്കിയാൽ തന്നെ പല ആശ്രമങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ മാനദണ്ഡങ്ങളിലാണ്. എങ്ങനെയെങ്കിലും മാക്സിമം ശിക്ഷകണങ്ങളെ കൊണ്ടുവരണം. ഇത് പോണ്ട, ഇത് ഏത് നോക്കിക്കഴിഞ്ഞു സമൂഹത്തിൽ ഏത് തട്ടിലെടുത്ത് നോക്കിയാൽ, ഏത് മതങ്ങളായിട്ട്, എൻ്റെ മതത്തിൽ കൂടുതൽ ആളെ മറ്റേത് കൂടെ വേണം, എനിക്ക് കൂടുതൽ ശക്തി വേണം, ഈ രീതിയിലുള്ള ഒരു തെറ്റായ ധാരണയിൽ കൂടി, ഒരു ധാരയിൽ കൂടി സഞ്ചരിക്കുകയാണ്. അത് തെറ്റാണെന്ന് നാം അറിയുന്നുമില്ല. അവിടെയാണ് ഇപ്പൊ ഞാനൊക്കെ ഗുരുവിന്റെ അടുത്ത് ആദ്യം വരുന്ന സമയത്ത് അവിടെ ആശ്രമവുമില്ല, ആ സമയത്ത് ഒരു കൊച്ചു പയ്യനുമോ, നമ്മൾ പലരും വളരെ സീനിയേഴ്സ് നമ്മൾ എടുത്തു നോക്കുക. അപ്പോഴൊക്കെ പലപ്പോഴും ഇതാണോ നിന്റെ ഗുരു? അപ്പം നമ്മള് പലപ്പോഴും നിനക്ക് നട്ടിൽ ഇല്ലാത്തവനാണ്, സ്വയം വിശ്വാസം ഇല്ലാത്തവനാണ്. കാരണം എല്ലാം ആൾ ദൈവം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ആത്മീയപാതയില് പലപ്പോഴും ആദ്യ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോ നമുക്കറിയാം ഓരോ സാധകരും ഇതിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്നാല് യഥാർത്ഥ സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാതെ തന്നെ അവന്റെ ഉള്ളില് ഒരു നിരീക്ഷകനുണ്ട്. അവൻ അറിയുന്നില്ല. സമൂഹം എന്തൊക്കെ പറഞ്ഞോട്ടെ, എറിഞ്ഞോട്ടെ, പക്ഷേ ഒരു യഥാർത്ഥ ഗുരുവിന്റെ, ആ ബോധപ്രാപ്തന്റെ ആ മണം, ആ സൗരഭ്യം എങ്ങനെയാണോ ഒരു പൂമ്പാറ്റയ്ക്ക് ആ പൂവിൽ തേനുള്ളത് അറിയുന്നത്, ഓരോ സത്യാന്വേഷിയും അത് ജനനം തൊട്ടേയുണ്ട്. അവന് മാത്രമേ ഒരു ബോധപ്രാപ്തനോട് കൂടെ നിലനിൽക്കുവാൻ കഴിയും. കാരണം ബോധപ്രാപ്തൻ ഒരിക്കലും വേഷഭൂഷാദികളിലല്ല നിലനിൽക്കുന്നത്, ആന്തരിക സത്തയിലാണ്. തെറ്റായ ധാരണകൾ വെച്ച്, കാണുവാൻ കഴിയാത്ത കണ്ണുകൾ വെച്ച് നിനക്കൊരിക്കലും ആ സത്തയെ തിരിച്ചറിയുവാൻ കഴിയും. സ്വാമിയമ്മ പറഞ്ഞ കണക്ക് ഈ വന്ന സമയത്ത് ഗുരു നിരന്തരം പറയുന്നൊരു വാക്കാണ് അഹം, അഹം, അഹം. ഞാൻ പലപ്പോഴും ഇന്ന് ചിന്തിച്ചിട്ടുണ്ട്.
ഗുരുജി എന്തിനാണ് എപ്പോഴും അഹം 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 എന്ന് പറഞ്ഞത്? എനിക്ക് ഒരു അഹവും ഇല്ലല്ലോ. ഇത്ര ഒരു നല്ല മനുഷ്യൻ വേറെ എവിടെയുണ്ട്? ഇത് തമാശയല്ല, ഇത് യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനും ഗുരു നിരന്തരം ഗുരു ഇത് പറയണം. അറിയാം, ഓരോ സാധകർക്കും വർഷങ്ങളായി സഞ്ചരിച്ചവർക്ക് ഇത് അവരെ അനുഭവിച്ചിട്ടുള്ള. കാരണം നമ്മൾ അത്രമാത്രം ആ അജ്ഞാനത്തിൽ അല്ലെങ്കിൽ മനസ്സിന്റെ തെറ്റിദ്ധാരണകളില് പെട്ടുകിടക്കുകയാണ്. അപ്പോഴും ആ ഗ്രേസ് ആണ്, ഗുരുവിന്റെ ഗ്രേസ് ആണ് ഇത്ര ഉണ്ടെങ്കിലും നമ്മളെ അവിടെ പിടിച്ചു നിർത്താണ്. ഗുരു ഈ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷന് നമുക്ക് ഇമ്പോർട്ടൻസ് ഒരു ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പലരും അത് പറഞ്ഞു, ഞാൻ വളരെ പുറമെ മാത്രമേ ഞാൻ പറഞ്ഞു പോകും. അത് ആ ഡിഫറെന്റ് അഗ്രവേറ്റഡ് ഫോംസ് ആണ് അത് പറയുന്നത്. ആ അഹങ്കാരം എന്ന് പറയുന്നത് അത് ഞാൻ എന്ന് തന്നെ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. പലപ്പോഴും നമ്മൾ ഭൗതിക ജീവിതത്തിൽ നമ്മൾ വരുമ്പോൾ എപ്പോഴും താൻ വലിയ ആളാണ്, താൻ ഇതാണ്, അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം എന്ന് ആണെങ്കിലേ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇല്ലാത്ത ഗുണങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ട് നമുക്കറിയാം പറയുന്നതെല്ലാം കള്ളത്തരമാണ്, പക്ഷെ നമ്മൾ പറയും. അതാണ് സമൂഹത്തിന്റെ രീതി, നമ്മൾ പലരും ചെയ്തിട്ടുള്ളത് തന്നെ. പിന്നെ അഹംഭാവം കുറിച്ച് പറയുന്നത് അത് വേറൊരു തലമാണ്. മറ്റേതിപ്പോ നമ്മൾ പുറത്ത് പറയുന്നുണ്ട്. അഹംഭാവത്തിൽ നിൽക്കുന്നവനോ ഊണിലും ഉറക്കത്തിലും എല്ലാത്തിലും അവൻ കാണുന്ന സ്വപ്നത്തിൽ പോലും അവനെ തന്നെ അവൻ കാണും. താൻ വലിയ ആളാണ്, മറ്റേതാണ്, മറിച്ചത് എല്ലാം അത്ര ജാഗ്രത അവസ്ഥയിലും ഉറക്കത്തിലും എല്ലാം അഹം 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 നിത്യം ഇങ്ങനെ പറയുന്നത് ഒരു ഹയർ അഗ്രവേറ്റഡ് ഫോമാണ്. പിന്നെ അഹം സ്മൃതിയെ കുറിച്ച് ഗുരുജി പറയുന്നുണ്ട്. അതില് ആ കർത്തൃത്വ ബോധമെടുക്കണം. താൻ എന്ത് ചെയ്താലും താൻ ചെയ്യുന്നു. അപ്പൊ അതാണ് പറയുന്നത്, ഇത് നമ്മൾ പറയുന്നത് വേറൊരു ഹെൽപ്പ് കൊണ്ടല്ല, തന്റെ സ്വയം എന്റെ കഴിവ് കൊണ്ട് എന്ന് പറയാം. അപ്പം ആ ഒരു ചിന്താഗതി വന്നാൽ തന്നെ ഒരിക്കലും നമ്മൾ ആ സത്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുകയാണ്. ബാൽജി ആ പറഞ്ഞ കണക്ക് ശ്വാസം പോലും നമ്മുടേതല്ലാതിരിക്കുമ്പോൾ നമുക്ക് ചിന്താശേഷി വിശകലനം ഒന്നുമില്ല. അത്രമാത്രം അന്ധതയിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇനി അഹം വികാരം, അത് ഈ അഹം സ്മൃതിയുടെ ഒരു അഗ്രവേറ്റഡ് ഫോമാണ്. വീണ്ടും അത് പിന്നെയും നമ്മളെ ആ അന്ധകാരത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവാണ്. അഹംഭ്രാന്തി എന്ന് വെച്ചാല് ഒരു ഭ്രാന്താവസ്ഥ. ശരിക്കും എന്ന് പറയുന്നത് നമ്മൾക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് ഇത് തന്നെ പറയാം. മാറ്റത്തിന് തയ്യാറല്ല. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയ നമുക്ക് ഹരിയോം കേൾക്കാം. എന്തെങ്കിലും ഒരു കേൾക്കാമല്ലോ അല്ലെ? എന്തെങ്കിലും ഒരു തെറ്റ് നമുക്ക് ചൂണ്ടിക്കാട്ടിയാല് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം വാട്ട് എവർ ഐ എം ഡൂയിങ് ഈസ് റൈറ്റ്. എനിക്ക് എന്നെ കൊണ്ടൊരു തെറ്റ് ചെയ്യുവാൻ സാധിക്കില്ല.
എന്റെ ചിന്തകളും ധാരണകളുമാണ് the truth. So we are never ready for a change. അപ്പൊ എത്രമാത്രം നമ്മൾ ആ സത്യയിൽ നിന്ന് മാറിപ്പോകുന്നു. And when we reach that aham mithya, that state is wherein ജ്ഞാന ആണ് ഈ ലോകം. പലപ്പോഴും ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്ട്രക്റ്റീവ് സ്റ്റേജ്. ഞാനില്ലെങ്കിൽ പ്രളയം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിലെത്തിയ ഭ്രാന്തിന്റെ മൂർച്ച അവസ്ഥയാണ്. അവിടെ അവൻ എന്തോ ചെയ്യുന്ന അറിയാം. when you are not being accepted, അവൻ എന്ത് ചെയ്യുന്നത് വേറൊന്നുമല്ല, ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, അവൻ പ്രളയം സൃഷ്ടിക്കും. he will destruct. അത്രമാത്രം ആന്ധതയുടെ, നമ്മളത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പ്രവർത്തിച്ച പലരും ഈ സാധനാ പാതയിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് പലരെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അഹം എന്ന് പറയുന്നത് ഈസ് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് പാർട്ട് ഇൻ ദ പാത്ത് ഓഫ് ട്രൂത്ത്. സത്യത്തെ മറയ്ക്കുന്ന ഇത്രയും ശക്തമായ വേറൊരു ശക്തി ഇല്ല. ബാക്കിയൊക്കെ ഇതിന്റെ താഴെ നിൽക്കുള്ളൂ. ഈവൻ നമ്മള് ഇങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്മൾ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതായത് ഭീഷ്മർ അവസാനം പറയുന്നത് ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ കൊല്ലുവാൻ കഴിയില്ല. ആ ശിഖണ്ഡിക്ക് ആണും പെണ്ണും അല്ലാത്ത ഒരു അവസ്ഥ, ഇതിൽ മാത്രമേ ഭീഷ്മരെ വധിക്കുവാൻ കഴിയൂ. കാരണം അവിടെ എന്താണ്, ആ ഒരു സ്റ്റേറ്റ് വരുമ്പോ ഈ പറയുന്ന രണ്ടിനും മറ്റേ ബോഡിയുമായിട്ട് കണക്റ്റഡ് ആണ് ഇത് പറയുന്നത്. കാരണം എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് ആണ്. എക്സ്റ്റേണൽ ഒബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ എന്ന ഭാവം, ആ ബോഡി കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ അത് ആ സ്ത്രീ എന്നും പുരുഷനുമായിട്ടാണ് എന്താണ് പ്രകൃതി അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനും അപ്പുറം നമുക്ക് സഞ്ചരിക്കുവാൻ കഴിഞ്ഞ, ആ ദേഹബോധത്തിന് അപ്പുറം നിനക്ക് സഞ്ചരിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ, എപ്പോഴാണ് നീ ദേഹബോധത്തിന് അപ്പുറം നിനക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്നത്? താൻ ഈ ശരീരത്തിൽ നാം സങ്കല്പിച്ചു കൂട്ടിയിരിക്കുന്ന ആ ചെറിയ ഞാനല്ല, ആ അപ്പാരന്റ് ഐ അല്ല എന്ന സ്വയം നിരീക്ഷണത്തിലൂടെ നാം തിരിച്ചറിഞ്ഞ് ആ ലിമിറ്റഡ് ആയിട്ടുള്ള ശരീരബോധത്തിന് അപ്പുറം നിൽക്കുമ്പോൾ മാത്രമേ ആ ഭീഷ്മരെ, ആ അഹത്തിനെ വധിക്കുവാൻ കഴിയും. അപ്പം എത്ര മാത്രം, കാരണം ആ സത്യത്തില് എത്തുന്നതിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ നിന്നിൽ നിലനിൽക്കുന്ന ആ ആ സത്യത്തെ മറയ്ക്കുന്ന ഒരു ശക്തിയാണ് അഹം. ഇതിനെക്കുറിച്ച് വീണ്ടും പറയുന്നു, ഈ കഥാപാത്രങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നിങ്ങൾ ഈ കഥാപാത്രങ്ങളിലൊന്നും കുടുങ്ങണ്ട. അത് മനസ്സിലാക്കിയത് വായിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴാണോ നീ നിന്നിലെ നിരീക്ഷകനെ ഉണർത്തി, നിന്നിൽ ഇത് സംഭവിക്കും. ഇത് പുറത്തൊരാൾക്ക് സംഭവിക്കുന്നതല്ല, അവനവനിൽ നിലനിൽക്കുന്ന ഈ അന്ധതയെ സ്വയം നീ നിരീക്ഷിച്ച് നീ മനസ്സിലാക്കണം. ഗുരു ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു ദൈവത്തിനും വന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിയില്ല. നീ സ്വയം നിരീക്ഷിച്ച്, സ്വയം പ്രവർത്തിച്ച്, സ്വയം മനസ്സിലാക്കി, സ്വയം
ആ സത്തയുമായിട്ട് ആ സ്വയം മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമില്ല. ആ മനസ്സിലാക്കലിനപ്പുറം നിനക്ക് ആ സത്യവുമായിട്ട് ആ ബോധവുമായിട്ട് നിനക്ക് രമിക്കുവാൻ കഴിയും. അപ്പം ട്രാവലിംഗ് ബിയോണ്ട് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ്, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിന്നിലുള്ള ഈ കുറവുകളെ, ന്യൂനതകളെ മനസ്സിലാക്കി. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ റെമഡിയൽ മെഷേഴ്സ് യു ഹാവ് ടു ടേക്ക്. അത് ചെയ്യേണ്ടത് ഗുരുവിന് ചൂണ്ടിക്കാട്ടി പറയാൻ പറ്റും. ആ നിരീക്ഷകനെ ഉണർത്തി മാറ്റം വരുത്തേണ്ടത് നീ തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇപ്പൊ നമ്മൾ ഗീതോപദേശത്തിനായാലും രാമായണത്തിനായാലും അർജുനനും രാവണനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? യു ആർ ടോൾഡ് അബൌട്ട് നിന്നിലുള്ള കുറവുകൾ. ആ കുറവുകളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിന് പ്രവർത്തിക്കേണ്ടത് ആരാണ്? കേട്ടത് കൊണ്ട് കാര്യമില്ല. അതിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ സത്യവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും. അപ്പം ആ നിരീക്ഷകനെ നാം ഉയർത്തണം. അപ്പം ഗുരു ഭയങ്കര പറയുന്നുണ്ട്, ഈ ഭയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭയം ഒരു വേറെ, നമ്മള് ഈ അഹത്തെയൊക്കെ നമ്മൾ വെച്ച് എല്ലാ സ്വരൂപി കൂട്ടി വെച്ച് കഴിയുമ്പോൾ കുറെ കഴിയും, ഇതെനിക്ക് നഷ്ടപ്പെടുമോ എനിക്ക്? അപ്പൊ അവിടെയാണ് പിന്നെ അവൻ കാണിക്കുന്നത് ഭയങ്കരമായിട്ട് സെൽഫ് പ്രൊജക്ഷൻ തുടങ്ങും. ഇതെല്ലാം ഒരു വല്ലാത്ത ഒരു ഹിസ്റ്ററിക്കൽ സ്റ്റേറ്റ് ആണ്. അതിനെ മാറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഒരു വീണ്ടും പറയും, നിരീക്ഷകൻ ഉണർന്നാൽ ഭയം ഇല്ലാതെയാവും. അപ്പോൾ നമുക്കൊരോരുത്തർക്കും അവനവനിലെ നിരീക്ഷകനെ സ്വയം പ്രവർത്തിച്ച് ഉണർത്തി അഹത്തെ നീക്കം ചെയ്ത് ആ സത്തയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും സഞ്ചരിക്കുവാൻ കഴിയട്ടെ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അഹമുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സംസാരിക്കാൻ വന്നത്. അഹമില്ലാതെ ഞാൻ സംസാരിക്കാൻ വരില്ലായിരുന്നു. കാരണം ഞാൻ മൗനത്തോടുകൂടി ഇവിടെ ഇരിക്കുകയുള്ളായിരുന്നു. അപ്പോൾ ആദ്യം നമ്മള് കേട്ടുകേഴ്വിയുള്ളത് ശരീരം, മനസ്സ്, ബുദ്ധി. അതിനപ്പുറം ഒന്നും ചിന്തിക്കുകയുണ്ടായിട്ടില്ല. എപ്പോഴാണ് ആധ്യാത്മികമായ ആ യാത്രയിലേക്ക് എത്തിയപ്പോഴാണ് അഹത്തെ പറ്റിയും ഒക്കെ കേട്ട് തുടങ്ങിയത്. അഹം, ശരീരം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം അല്ലെങ്കിൽ അഹം എന്ന് പറയുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മൾ കേട്ടുകയാണ് മുന്നോട്ട് പോയത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് ശുദ്ധബോധത്തിൽ അല്ലെങ്കിൽ ശുദ്ധമായ അഹത്തിലാണ് നിലകൊള്ളുന്നത്. പിന്നെ എപ്പോഴാണ് അവനെ അഹം പിടികൂടുന്നത്? ചിന്തിച്ചു നോക്കാം. അതിന് എക്സ്റ്റേണലായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ട് പറഞ്ഞാല്. കാരണം അവന്റെ മാതാപിതാക്കള് ഇത് നിന്റെയാണ്, ഇതാണ് നീ, നിന്റേതാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് അവനെ എന്ത് ചെയ്യും? അവനില് രൂഢമൂലമായിട്ടൊരു അഹംബോധം സൃഷ്ടിക്കപ്പെടും. തീർച്ചയായിട്ടും ഇത് നിന്റെ അച്ഛനാണ്, നിന്റെ അമ്മയാണ്, നിന്റെ സഹോദരനാണ്. അപ്പൊ ആ കൊട്ടേഷൻ മാർക്സിനുള്ളിൽ അവനെ ഇങ്ങനെ എപ്പോഴും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യും? നിന്റെ കളിപ്പാട്ടം, നിന്റെ ബുക്ക്, അങ്ങനെ ഓരോന്നിനും അവനെ പുഷ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജീവിതത്തില് മുന്നോട്ട് പോയി നമ്മളൊക്കെ അങ്ങനെ ആ കടന്നു വന്ന് ആ എന്റേതും ഞാനെന്നും എന്റേതിൽ നിന്നും ഇവിടെ ഒക്കെ ജീവിച്ച് മുന്നോട്ട് വന്നപ്പോൾ നമുക്കൊക്കെ പലയിടത്തും വീഴ്ചകൾ പറ്റും. പലതിലും നമ്മൾ ആ അഹംബോധത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ, എപ്പോഴാണോ ഗുരു സന്നിധിയിൽ എത്തിയപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ കേട്ടത്. അപ്പോൾ
ഇതിനപ്പുറം ഈ മനസ്സ്, ബുദ്ധി, ശരീരം, ഇതിനൊക്കെ അപ്പുറം പല ഘടകങ്ങളും ഉണ്ട്. അപ്പോഴാണ് പറഞ്ഞു തരുന്നത്, ശരീരത്തില് ആത്മാവ് സ്ഥിതി ചെയ്യുന്നു, ആത്മാവിനെ ആവരണപ്പെട്ട് ഈ ഘടകങ്ങളൊക്കെ നിലകൊള്ളുന്നുണ്ട്. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പോഴാണ് അഹത്തെ പറ്റി, അഹം ഏറ്റവും സൂക്ഷ്മ ഭാവത്തില് നമ്മൾ നിലകൊള്ളുന്നുണ്ട്. അത് മനസ്സുമായിട്ട് ചേർന്ന് അപ്പാരന്റ് ഐ എന്ന് പറയുന്ന ഒരു അവസ്ഥ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പാരന്റ് ഐയിലൂടെയാണ് പല കാര്യങ്ങളും ആദ്യം ഗ്രഹിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത് അല്ലെ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും ആ അപ്പാരന്റ് ഐയിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് മനസ്സ് ഉപയോഗിക്കുന്നുണ്ട്, പല ഘടകങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായിട്ടല്ല, ഞാൻ ചെയ്തു അതിന്റെ കർത്തൃത്വ ഭാവം എല്ലാം എന്നിലെ നിക്ഷിപ്തമാണെന്നുള്ള അവസ്ഥ തന്നെയാണ്. പിന്നീടാണ് ഗുരുജിയുടെ ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചത് എന്താണ്, നമ്മള് ആ പ്രതിഫലേശയില്ലാതെ കർമ്മം ചെയ്യാൻ പഠിക്കണം. അപ്പോഴാണ് വീണ്ടും പെട്ടുപോയത്. കർമ്മം ഗുരുജിയുടെ ഒരു അവതൂചിന്തയുണ്ട്, നല്ലത് ചെയ്തിട്ട് കിണറ്റിലെറിയൂ. നല്ലത് ചെയ്തിട്ട് ആരെങ്കിലും കിണറ്റിലെറിയാൻ പറയൂ. അന്നേരമൊക്കെ എന്നില് ഭയങ്കരമായിട്ട് ഇതെന്തൊരു ചിന്തയാണ് നല്ലത്. അപ്പൊ എന്താ, ആ കർത്തൃത്വ ബോധം എടുക്കരുതെന്നുള്ള അതാണ് കാണിച്ചത്. അപ്പൊ ഇങ്ങനെ ഓരോന്നും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, മീറ്റൂമിൽ എത്തുമ്പോൾ ആദ്യം ചീനിച്ചട്ടിയിലിട്ട് ഇളക്കുന്നത് നമ്മുടെ അഹങ്ങളെയാണ്. അത് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വരുമ്പോ തന്നെ ഇളക്കാൻ തുടങ്ങും. അത് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കാൻ സാധിച്ചാൽ ഇളകട്ടെ. അതെന്തിനാണ് ഗുരുജി അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ അഹത്തിന്റെ കട്ടി കുറച്ച് കൊണ്ടുവരാൻ, നമ്മളില് രൂഢമൂലമായി നിലകൊള്ളുന്ന ആ സത്തയെ, യഥാർത്ഥ സത്തയെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അഹങ്കാരത്തെ കുറച്ചുകൊണ്ട് വരണം. നമ്മൾ ആ അഹത്തിൽ നിന്നുകൊണ്ട് സാധന ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അവിടത്തെ ആക്റ്റീവ് ആൻഡ് പാസീവ് മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ പറ്റൂല. പലപ്പോഴും പല മെഡിറ്റേഷൻ ടെക്നിക്സ് ചെയ്യുമ്പോൾ ഗുരു പറയും, കണ്ണുകളൊന്ന് അടച്ചേക്കാൻ പറയും. എന്തുകൊണ്ട് പറയുന്നു? കണ്ണു തുറന്നിരുന്നാല് അവരും എന്ത് ചെയ്യാൻ പറ്റില്ല, അതില് മേർജ് ചെയ്ത് പോകാൻ സാധിക്കില്ല. മറ്റുള്ളവർക്കും പറ്റാത്ത അവസ്ഥ വരും. അത് മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നിലേക്ക് നോട്ടം പോകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ചിതറിയ ചിന്തകൾക്ക് പിന്നെ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഗുരുജി ധ്യാന സാധകർ അല്ലെങ്കിൽ സാധന ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് മീറ്റൂമിലേക്ക് വരാൻ നിഷ്കർഷിക്കുന്നത്. കൂടുതലും ആളെ കൂട്ടാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ട്? എല്ലാവരും വന്ന് ആ ശുദ്ധബോധത്തെ അനുഭവിച്ചറിയാൻ പറയുന്നുണ്ട്. എന്നാൽ അതിന് ചില പ്രാക്ടീസും ചിട്ടവട്ടങ്ങളും ഉണ്ട്. അത് നമ്മളുടെ അഹം സമ്മതിക്കില്ല. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അഹംബോധത്തിൽ നിന്നുകൊണ്ടാണ് പലതും പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സാധനയും അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദീർഘകാലം പറ്റൂല. ഇപ്പോൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, ഭീമൻ അതീവ ബലശാലിയാണ്. അപ്പോൾ തന്റെ പ്രിയ പത്നിക്കായിട്ട് കല്യാണ സൗകര്യം തേടിപ്പോകുന്ന ഒരവസ്ഥ. പോന്ന വഴിക്ക് ഹനുമാൻ സ്വാമി, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ്, വായുപുത്രനാണ്, വായുദേവന്റെ മകനാണ് ഹനുമാൻ സ്വാമി. വഴിയിൽ ഇങ്ങനെ കിടന്നു. അപ്പോൾ നീ മാറിക്കിടക്കടാ എന്നൊക്കെ പറഞ്ഞു ശടിച്ചു. പക്ഷെ ഞാൻ പടുവൃത്തനാണ്, നീ എന്റെ വാലെടുത്ത് മാറ്റി വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അവസാനം ഈ വാലെടുത്ത് മാറ്റാൻ ശ്രമിച്ച ഭീമസേനൻ സാധിച്ചോ? ഇല്ല. ഒരു ശ്രമിച്ചിട്ടും പറ്റിയില്ല. അപ്പോൾ അവസാനം തളർന്ന് അവിടെ വീണ അവസ്ഥയിൽ പറഞ്ഞു, നിന്റെ അഹംബോധം നിന്നെ നശിപ്പിക്കും. നീ ആ അഹംബോധത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നീ എല്ലാത്തിനെയും കാണാൻ ശ്രമിക്കാൻ പറയും. അത് ഗുരുജി അങ്ങനെയാണ് പറയുന്നത്. എല്ലാത്തിൽ നിന്നും മാറി നമുക്ക് നമ്മളെ കാണാൻ സാധിക്കണമെങ്കിൽ, എന്നുവെച്ചാൽ ആ നിരീക്ഷനെ ഉണർത്തണമെങ്കിൽ ഇതെല്ലാം മാറ്റിവെച്ച് അഹത്തെ കരിച്ചേ പറ്റൂ. അഹം കരിക്കൂ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ നമുക്ക് നിരവധി എന്താണ് ഗുരുവിന്റെ ടീച്ചിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട് ഡെയിലി. എന്നിട്ടും കരിക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് ആ അഹത്തെ കരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ സാധനയെ ബലപ്പെടുത്തുക, നമ്മളുടെ ആ സത്തയെ തിരിച്ചറിയാൻ ആ നിരീക്ഷകനെ
ഉണർത്താൻ, പ്രബലമായി നിലനിർത്താൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുപാദങ്ങളിൽ ഹരിയോം. ഹരിയോം. ഓം ശ്രീ ഗുരുഭ്യോ നമ. അഹത്തില് പൂർണ്ണമായിട്ട് നിന്നുകൊണ്ടാണ് അഹത്തെ കുറിച്ച് സംസാരിക്കുന്നത്. കാരണം നിരീക്ഷകൻ ഉണർന്നിട്ടില്ല. അപ്പം മനസ്സിന്റെ വാക്കുകൾ മാത്രം. ഏറ്റവും നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ ഒരൊറ്റ കാര്യം അഹത്തെ വളർത്തുകയാണ്. കാരണം മറവി. ഇരുതരം സാറ് പറഞ്ഞു, കാരണം ഈ മെസ്സേജ് സേവ് ചെയ്ത് വെച്ചിട്ട് എന്നും വായിക്കണം. കാരണം ആ മറവിയാണ് അഹത്തിന്റെ ഭക്ഷണം. ആ ഭക്ഷണത്തിലൂടെ അഹം തഴച്ച് വളരുകയാണ്. അഹത്തിലാണ് നമ്മൾ സമ്പൂർണമായിട്ട് അഹത്തിലാണ്. കാരണം ഈ പ്രപഞ്ചം ആദിയും അന്തവുമില്ലാത്ത ആ പ്രപഞ്ചത്തിനേക്കാളും വലിപ്പമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ അഹം. വളരെ സൂക്ഷ്മം. എത്ര പ്രഹരമേറ്റാലും എന്തൊക്കെ കിട്ടിയാലും അത് നമുക്ക് ആ നിമിഷം അഹം അങ്ങ് കരിഞ്ഞ് നമ്മൾ ഇല്ലാതായതായിട്ട് തോന്നും. പക്ഷെ മിനിറ്റുകൾ, കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും അഹം അതിന്റെ എത്രയോ ഇരട്ടി ആയിട്ട് തഴച്ച് വളരുന്നത് കാണാം. മനസ്സ് കാരണം 100% അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആന്തരികതയിൽ ഈ ഗുരുജിയുടെ ആ സന്ദേശത്തില് പറഞ്ഞ എല്ലാ തലത്തിലൂടെയും കൂടിയും കുറഞ്ഞും പല രീതിയിലും കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിലെ ഒന്നിനെയും നിഷേധിക്കാൻ പറ്റുന്നില്ല. മറവിയുടെ ആ സൂക്ഷ്മതയിൽ അഹം ഒളിഞ്ഞിരിക്കുകയാണ്. ആ ബോധപ്രാപ്തന്റെ ആ സന്ദേശം വീണ്ടും വീണ്ടും നമ്മളെ അതിലേക്ക് നയിക്കാനുള്ള സന്ദേശങ്ങളാണ്. ആ പരമസത്യങ്ങളാണ്. പക്ഷെ ആ വെള്ളത്തിലെ പ്രതിബിംബം, സ്വാമിയമ്മ പറഞ്ഞതുപോലെ ആ പ്രതിബിംബം ആ റിയൽ അല്ല, അപ്പാരന്റ് ആയിട്ടുള്ള അത്രയ്ക്ക് പ്രബലമാണ്. അതുകൊണ്ട് തന്നെ അഹത്തിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. അതിന് അപ്പുറത്തെത്താന് ബോധപ്രാപ്തനായ ഗുരു തെളിയിച്ച ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുക, ആ നിരീക്ഷകനെ ഉണർത്തുക എന്നത്. കാരണം രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല, ആരും വരില്ല, ഒന്നുമില്ല. നമ്മുടെ ആഹാവും മനസ്സ് നമ്മളെ പറഞ്ഞ് പറ്റിക്കല്ലാതെ അവസാന നിമിഷം നമ്മളെല്ലാവരും പെടും എന്ന് ഗുരു വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ്. ആ സത്യത്തിലേക്ക് ഗുരു കാണിച്ചു തന്ന മാർഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ. നമ്മുടെ ഒരു കഴിവുകൊണ്ടും ആ മാർഗത്തില് സഞ്ചാരവും നടക്കില്ല.